ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് മിസ്സിംഗ് ചൈൽഡ് വീഡിയോ ടേപ്പ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സ്ലോ ബേൺ മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു കൊച്ചു പയ്യൻ കാട്ടിലെ വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവൻ പേടിച്ച് ചുറ്റുപാടും ആരെയോ തെരയുന്നുണ്ട്. പെട്ടെന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കാം. അത് കേട്ടതോടെ കുഞ്ഞ് പേടിച്ച് അവിടെ നിന്നു. ആരോ തന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. കുഞ്ഞ് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ അത് ഈ കൊച്ചിനെ തെരഞ്ഞു വന്ന റെസ്ക്യൂ ടീമിലെ ആളാണ്. ഇതാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ കെയ്റ്റ. അങ്ങനെ കുഞ്ഞിനെ കണ്ടെത്തി കെയ്റ്റയ്ക്ക് ഒത്തിരി സന്തോഷായി. അവൻ ആ പയ്യനെ തന്റെ കയ്യിലെ ആ മണി കൊടുക്കുന്നുണ്ട്. കെയ്റ്റ പാർട്ട് ടൈം ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കാണാതായി എന്നറിഞ്ഞ പിന്നെ കെയ്റ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവൻ അവരെ തെരഞ്ഞിറങ്ങും. കാരണം 13 വർഷങ്ങൾക്ക് മുൻപ് കെയ്റ്റയുടെ ഇളയ സഹോദരനെ ഇതുപോലെ തന്നെ കാണാതായി. അതുകൊണ്ടാണ് കെയ്റ്റ ഇപ്പോ റെസ്ക്യൂ ടീമിലെ ജോലി ചെയ്യുന്നത്. അങ്ങനെ നായകൻ കുഞ്ഞിനെ കണ്ടെത്തി അവന്റെ പേരൻസിനെ ഏൽപ്പിച്ച് തിരിച്ച് അവന്റെ മുറിയിലെത്തി. ഇതാണ് കെയ്റ്റയുടെ ഒരേ ഒരു സുഹൃത്ത് സുകാസ, ഒരു അധ്യാപകനാണ്. രണ്ടുപേരും ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ മുറിയിൽ തന്നെയാണ് ഒന്നിച്ച് താമസിക്കുന്നത്. നായകൻ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ സുകാസ ആ കുട്ടിയെ കണ്ടുകിട്ടി എന്ന് പറഞ്ഞ വാർത്ത കണ്ടോണ്ടിരിക്കുകയാണ്. ആ ന്യൂസിലെ കെയ്റ്റയുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ആ ന്യൂസിൽ എവിടെയും കെയ്റ്റയുടെ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ ഒന്നും തന്നെയില്ല. അവൻ ഈ മീഡിയാസിനൊന്നും മുഖം കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല കെയ്റ്റ ഇതൊന്നും തന്നെ ചെയ്യുന്നത്. ഇപ്പോ സുകാസ പറയും, നിന്റെ മമ്മി പതിവ് പോലെ തന്നെ നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. നായകൻ അത് കണ്ടാകെ സങ്കടത്തിലായി. കെയ്റ്റ ആ ബോക്സ് തുറന്നു നോക്കി. ആ ബോക്സിനകത്ത് കെയ്റ്റയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നുമല്ല, അവന്റെ മരിച്ചുപോയ ഡാഡിയുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെയാണ്. മാത്രമല്ല പതിവ് പോലെ തന്നെ ആ ബോക്സിനകത്ത് പഴയൊരു VHS ടേപ്പ് ഉണ്ടായിരുന്നു. സുകാസ ആ ടേപ്പ് കണ്ട് ആകെ അപ്സെറ്റായി. അവനത് തൊടാൻ തന്നെ ആകെ പേടിയായി. കെയ്റ്റ പെട്ടെന്ന് തന്നെ ആ ബോക്സിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കബോർഡിനകത്തേക്ക് വെച്ചു. അപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് കെയ്റ്റയുടെ മമ്മി അവൻ ഇതുപോലെ കുറെ ബോക്സുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ബോക്സുകളെല്ലാം നോക്കി നായകൻ ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞ് സുകാസ ജോലിക്ക് പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവനെങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഒരു ലേഡി നമ്മുടെ നായകനെ തെരഞ്ഞ് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കഥാനായിക മൊറീറ്റ, ഒരു പത്രപ്രവർത്തകയാണ്. ഇന്നലെ രാത്രി കെയ്റ്റ ഒരു കുഞ്ഞിനെ കണ്ടെത്തിയില്ലേ, അതുകൊണ്ട് നായകന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നതാണ്. അവള് പതിയെ സുകാസയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എങ്ങനെങ്കിലും നായകനോട് സംസാരിക്കണ്ടേ. സുകാസയാണെങ്കിൽ നായകനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. കാരണം കെയ്റ്റയ്ക്ക് അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് പുറത്താരോടും പറയുന്നത് ഇഷ്ടമല്ല. മാത്രമല്ല നായിക അവനെ തെരഞ്ഞു നടക്കുന്നത് നായകന്റെ വെറും ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി മാത്രമല്ല, നായകന്റെ കാണാതായ സഹോദരനെ കുറിച്ച് ചോദിക്കാനും അനിയനെ കാണാതായതിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താനുമാണ്. അതുകൊണ്ട് തന്നെ സുകാസ കൂടുതലൊന്നും തന്നെ നായികയോട് പറയത്തില്ല. അന്ന് വൈകിട്ട് അവൻ ജോലി കഴിഞ്ഞ് റൂമിലെത്തി. അപ്പോ കെയ്റ്റ പതിവില്ലാതെ അവന്റെ മമ്മി അയച്ചു കൊടുത്തിരുന്ന VHS ടേപ്പ് കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വർഷം 13 കഴിഞ്ഞിട്ടും അവൻ ഒരിക്കലും ആ ഒരു വീഡിയോ കാണാനുള്ള ധൈര്യം കെയ്റ്റയ്ക്കുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ ആ വീഡിയോ കാണാൻ തന്നെ തീരുമാനിച്ചു. അവന് കുറച്ച് പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി സുകാസ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ കെയ്റ്റ അവനെ തടയുന്നുണ്ട്. എന്തായാലും താൻ ഈ ടേപ്പൊക്കെ മമ്മിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പോവാണ്. അതിനു മുന്നേ സുകാസയോടും ആ വീഡിയോ കാണാനായിട്ട് പറയും. കെയ്റ്റ എപ്പോഴും അവന്റെ സഹോദരനെ കുറിച്ച് സംസാരിക്കുമ്പോഴും സുകാസ മറിച്ചൊന്നും തന്നെ നായകനോട് പറയാറില്ല. ആകെ ഒരു സൈലൻസ് ആണ്. അതിനുള്ള കാരണം നമുക്ക് ഈ ചിത്രത്തിന്റെ അവസാനം മനസ്സിലാവും. അങ്ങനെ രണ്ടുപേരും ആ പഴയ VHS ടേപ്പ് പ്ലേ ചെയ്ത് കാണാൻ തുടങ്ങി. ആ വീഡിയോയുടെ ഓപ്പണിംഗിൽ തന്നെ കെയ്റ്റയുടെ സഹോദരൻ ഹിനാറ്റയെ കാണാം. അവൻ ഡാഡിയോടൊപ്പം വീടിന്റെ വെളിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ കെയ്റ്റ തന്റെ ക്യാമറയിൽ പകർത്തുന്നു. കെയ്റ്റയ്ക്ക് ക്യാമറ കിട്ടിയതിൽ പിന്നെ അനിയന്റെ കൂടെ കളിക്കാൻ തീരെ നേരമില്ലാതായി. അവന് കളിക്കാൻ തന്നെ ഇഷ്ടമല്ല. 24 മണിക്കൂറും ആ ക്യാമറയും കൊണ്ട് നടക്കും. അനിയൻ ചെറുക്കനാണെങ്കിൽ ചേട്ടനെ കളിക്കാൻ വിളിച്ച് പിന്നാലെ നടക്കും. അത് കണ്ട് മമ്മി നായകനെ വഴക്ക് പറയുന്നുണ്ട്. നീ അവനോടൊപ്പം പുറത്തൊക്കെ ഒന്ന് പോയി കളിക്ക്, ആ ക്യാമറ ഒന്ന് താഴെ വെക്കി എന്നൊക്കെ പറഞ്ഞ്. എന്നാലോ നായകൻ അതൊന്നും തന്നെ കേൾക്കാതെ വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന കാടിനടുത്തേക്ക് പോയി. ആ കാടിനടുത്ത് ചെറിയൊരു പാർക്കുണ്ടായിരുന്നു. അവിടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ചെറിയൊരു ഡാമിന്റെ അവശിഷ്ടങ്ങളൊക്കെയുണ്ട്. കുറെ പാറക്കല്ലുകൾ കാണാം. കെയ്റ്റ അതൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് തന്റെ അനിയൻ അവന്റെ പിന്നാലെ വന്ന കാര്യം കെയ്റ്റ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കാട്ടിലൂടെ നടന്ന് കുറെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അബാൻഡൻ ആയിട്ടുള്ള ഒരു കെട്ടിടം കാണാം. രണ്ടുപേരും നമുക്ക് ഒളിച്ചു കളിക്കാമെന്നും പറഞ്ഞ് ആ കെട്ടിടത്തിനകത്തേക്ക് കയറി. കെയ്റ്റ 1 മുതൽ 10 വരെ എണ്ണി അനിയനെ തെരഞ്ഞു നടന്നു. എന്നാ എവിടെ നോക്കിയിട്ടും ഹിനാറ്റയെ കാണുന്നില്ല. അവനാകെ പേടിയാവാൻ തുടങ്ങി. അവൻ മുകളിലേക്ക് ചെന്നു. അപ്പോ
കോറിഡോറിലെ ഹിനാറ്റ എന്തിനെയോ കണ്ട് പേടിച്ചതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. കെയ്റ്റ അനിയനെ വിളിക്കേണ്ട താമസം ഹിനാറ്റ ഒരു മുറിക്കകത്തേക്ക് കയറിപ്പോയി. ഹേയ്, ഞാൻ നിന്നെ കണ്ടെന്നും പറഞ്ഞ് കെയ്റ്റ ആ മുറിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ ചെല്ലുമ്പോ ആ മുറിയിലെ ഹിനാറ്റയെ കാണാനില്ല. കുഞ്ഞാ മുറിയിലേക്ക് കയറി പോകുന്നത് കെയ്റ്റ കണ്ടതായിരുന്നു. അത് ആ ക്യാമറയിലെ വ്യക്തമായിട്ട് റെക്കോർഡായിരുന്നു. ആ ഒരു സെക്കൻഡിലാണ് കെയ്റ്റ തന്റെ സഹോദരനെ അവസാനമായിട്ട് കണ്ടത്. അവൻ എവിടെ പോയെന്നോ അവൻ എന്ത് പറ്റിയെന്നോ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തിന് അതിനുശേഷം പോലീസിനോ റെസ്ക്യൂ ടീമിനോ ആ മലയുടെ മുകളില് അങ്ങനൊരു അബാൻഡൻ ആയിട്ടുള്ള കെട്ടിടം കണ്ടെത്താനേ കഴിഞ്ഞില്ല. അല്ലെങ്കിലും മലയുടെ മുകളിൽ ആരെങ്കിലും സ്കൂൾ പണിയോ? ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആർക്കും തന്നെ അവിടെ അങ്ങനെ ഒരു കെട്ടിടമുള്ളതായോ കണ്ടതായോ അറിയത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നായകൻ സുഗാസയോട് പറയുന്നുണ്ട്. ഇപ്പോ സുഗാസ പറയും, ഈ വീഡിയോ ഒത്തിരി ക്രീപ്പിയാണ്, എന്തൊരു ഡാർക്ക് ഈവിൾ എനർജി ഉള്ളത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ കത്തിച്ചു കളയണം. അടുത്ത ദിവസം രാവിലെ തന്നെ മൊറീറ്റ നമ്മുടെ സുഗാസയെ കാണാനായിട്ട് അവന്റെ ക്ലാസ്സിലെത്തി. ഇന്നലെ തന്നെ അവൻ പറഞ്ഞതാണ് തന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ മൊറീറ്റ പറയും, ഇന്നലെ രാത്രി നായകന്റെ ഡാഡി അവളെ ഫോൺ ചെയ്തിരുന്നു. അതായത് കേറ്റയെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഡാഡിയുടെ ആ ഫോൺ കോൾ അങ്ങ് കട്ടായി. ഇത് കേട്ടതോടെ സുഗാസ ആകെ അങ്ങ് ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം കേറ്റയുടെ ഡാഡി മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഡാഡി അവളെ ഫോൺ ചെയ്യും? ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും കേറ്റ ഇന്റർവ്യൂ തരാനോ അവളോട് സംസാരിക്കാനോ തയ്യാറാവില്ല എന്ന് സുഗാസയ്ക്ക് അറിയാം. മാത്രമല്ല കൂട്ടുകാരനായ തന്നോട് പോലും അവൻ പാസ്റ്റില് നടന്ന പല കാര്യങ്ങളും സംസാരിക്കാൻ തയ്യാറല്ല. എന്തായാലും ഞാൻ ശ്രമിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് സുഗാസ നായികയോട് പറയും. അന്ന് വൈകിട്ട് സുഗാസ മുറിയിലെത്തി. നായകൻ നാട്ടിലേക്ക് പോവാനായിട്ട് മമ്മി അവൻ അയച്ചു കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തോടെ ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കണം. അതിനെ ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ. മമ്മിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ കേറ്റ ഇപ്പൊ നാട്ടിലേക്ക് പോയേ പറ്റൂ. ഈ ശപിക്കപ്പെട്ട വീഡിയോ അവൻ എന്തിനാണ് അയച്ചു കൊടുക്കുന്നതെന്ന് അറിയണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും കേറ്റ താൻ പറയുന്നത് കേൾക്കാൻ പോണില്ല എന്ന് സുഗാസയ്ക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ നായകനോടൊപ്പം സുഗാസയും അവനോടൊപ്പം നാട്ടിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം മൊറീറ്റ സുഗാസയെ കാണാനായിട്ട് ക്ലാസ്സിലെത്തി. അവിടെ ചെല്ലുമ്പോഴാണ് അവൻ ലീവ് എടുത്തിരിക്കുകയാണ്. ഇനി 2-3 ദിവസത്തേക്ക് ക്ലാസ്സിലേക്ക് വരത്തില്ല എന്നറിയുന്നത്. ഈ സമയം നായികയുടെ ബോസ് പ്രസ്സിൽ നിന്ന് ഫോൺ ചെയ്ത് അവളെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക. കേറ്റയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ്. വർഷങ്ങളായിട്ട് കേറ്റയുടെ സഹോദരന്റെ മിസ്സിംഗ് കേസിന്റെ സ്റ്റോറി പെൻഡിംഗ് ആണ്. എങ്ങനെയെങ്കിലും ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണം. ഇവളങ്ങനെ ബോസിന്റെ ചീത്തവിളിയും കേട്ടോണ്ട് നിൽക്കുമ്പോ ക്ലാസ്സിലേക്ക് വന്നൊരു പെൺകുട്ടി മൊറീറ്റയുടെ പിന്നിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. അതുകണ്ട് മൊറീറ്റ ആകെ അങ്ങ് കൺഫ്യൂസ്ഡ് ആയി. അവള് തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരെയും തന്നെ കാണുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി അവിടെ പേടിച്ചരണ്ട് നിൽക്കുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് കേറ്റ സുഗാസ അവര് രണ്ടുപേരും നായകന്റെ വീട്ടിലെത്തി. മമ്മിയെ വിളിച്ചു നോക്കിയിട്ട് ആരെയും പുറത്തേക്ക് കാണുന്നില്ല. രണ്ടുപേരും അമ്മയെ കാണാനായിട്ട് വീടിനകത്തേക്ക് കയറി. കേറ്റ അമ്മ അയച്ചു കൊടുത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വീടിനകത്തേക്ക് ചെല്ലുമ്പോഴോ മമ്മി ഓൾറെഡി കുറെ അധികം ബോക്സ് അവിടെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേറ്റയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട്. ഈ സാധനങ്ങളെ തിരിച്ചു കൊടുക്കാൻ മാത്രമല്ല കേറ്റ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഡാഡിയുടെ ചിതാഭസ്മം അത് നായകന്റെ കയ്യിലാണ്. അതും കൂടി മമ്മിയെ ഏൽപ്പിക്കണം. ഡാഡിക്ക് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്തു തീർക്കണം. ഇവര് വീടിനകത്തേക്ക് കയറിയിട്ട് ഒത്തിരി നേരമായിട്ടും മമ്മിയെ ആ വീട്ടിൽ എവിടെയും കാണുന്നില്ല. ഈ സമയം സുഗാസയ്ക്ക് ആ വീടിന്റെ അന്തരീക്ഷം കണ്ടാകെ പേടിയായി. ഇവിടെ എന്തോ ശരിയല്ല. ഒരു ഡാർക്ക് എനർജി അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കേറ്റ മമ്മിയെ തെരഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ സുഗാസ മുകളിലേക്ക് കയറാനായിട്ട് തയ്യാറല്ല. അവനതിൽ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നീ പോയി മമ്മിയെ നോക്ക്. ഒരല്പസമയം കഴിഞ്ഞ് മമ്മി വീട്ടിലില്ല, പുറത്തു പോയി കാണുമെന്നും പറഞ്ഞ് കേറ്റ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം സുഗാസിയാണെങ്കിൽ നായകന്റെ ഫാമിലി ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിലെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് ആ ഫാമിലി ഫോട്ടോസില് ഒന്നിലും കേറ്റയുടെ ഫോട്ടോസ് ഇല്ല. കേറ്റയുടെ സഹോദരനെ കാണാതായതിൽ പിന്നെ അവന്റെ ഡാഡി സ്ഥിരമായിട്ട് ആ കാട്ടിലേക്ക് പോവും. തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് പോയി തനിയെ പന്തെറിഞ്ഞ് കളിക്കും. മകനെ കാണാതായിട്ടില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് മമ്മി ഓരോ വർഷവും ഹിനാറ്റയുടെ ബർത്ത്ഡേ ആഘോഷിക്കും. അനിയന്റെ മിസ്സിങ് ആ കുടുംബത്തെ തന്നെ തകർത്ത് കളഞ്ഞു. ആ പേരൻസ് കേറ്റയെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി പരമാവധി നായകനെ അവരിൽ നിന്ന് അകറ്റി നിർത്തി. മമ്മി വിശ്വസിക്കുന്നത് നായകനാണ് അനിയനെ കൊലപ്പെടുത്തിയത്, അവൻ കള്ളം പറയാണ് എന്നൊക്കെയാണ്. പിന്നീട് കേറ്റയുടെ പേരൻസ് സെപ്പറേറ്റഡ് ആയി. നമ്മുടെ കേറ്റ ജീവിതത്തില് തീർത്തും ഒറ്റപ്പെട്ടു പോയി. ഒരല്പസമയം കഴിഞ്ഞ് കേറ്റ കൂട്ടുകാരനെയും കൊണ്ട് തന്റെ അനിയനെ കാണാതായ ആ മലയുടെ മുകളിലേക്ക് പോവാണ്. അതിപ്പോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഹൈക്കിങ്ങിനായിട്ട് ഒത്തിരി പേര് ആ മലയിലേക്ക് പോവാറുണ്ട്. ഈ സമയം ഒരു അപ്പൂപ്പൻ അങ്ങോട്ട് വന്ന് അവരോട് രണ്ടുപേരോടും സംസാരിക്കും. ആദ്യം അപ്പൂപ്പനെ കേറ്റയെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പൂപ്പൻ കാടിനുള്ളിലെ പലതവണ നമ്മുടെ ഹിനാറ്റയെ കണ്ടിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ഹിനാറ്റയെ കാണാതാവും, വാനിഷ് ആയി പോവും. അപ്പൂപ്പൻ ഈ പറയുന്നത് കേട്ട് കേറ്റ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. പ്രായമായ ഒരാള് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. അവരങ്ങനെ ആ മല കയറിക്കൊണ്ടിരിക്കുക. നേരം ഇരുട്ടായി തുടങ്ങി.
ഈ സമയം സുഹാസ ആകെ ടയർഡായി ഒരു സ്ഥലത്തിരുന്നു. അവനിനി ഒരടി പോലും നടക്കാൻ വയ്യ. ഈ സമയത്ത് അങ്ങ് ദൂരെയായിട്ട് കേറ്റയ്ക്ക് ഒരു കൊച്ചു പയ്യനെ കാണാം. അത് ഹിനാറ്റിയായിരുന്നോ? കേറ്റ ഒന്ന് തന്നെ ചിന്തിക്കാൻ നിന്നില്ല. ആ പയ്യനെ കണ്ട ആ മരത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഹിനാറ്റയെ കാണാതായി 13 വർഷങ്ങളായി. അവനിപ്പോ ഏകദേശം 18-19 വയസ്സ് കാണും. പക്ഷെ കേറ്റ ഇപ്പൊ കണ്ടത് ഒരു കൊച്ചു പയ്യനെയാണ്. കേറ്റ ആ പയ്യന്റെ പിന്നാലെ ഓടിച്ചെന്ന് താഴേക്ക് മറഞ്ഞു വീണു. ഇപ്പോഴാണ് അവര് രണ്ടുപേരും ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. കേറ്റ ഇപ്പോ വീണ് കിടക്കുന്ന സ്ഥലം മുഴുവനും മനുഷ്യരുടെ ചിതാഭസ്മങ്ങളാണ്. ആരോ മനുഷ്യരുടെ റിമൈൻസ് ഈ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ജപ്പാനിലെ നിയമപ്രകാരം അത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇക്കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു. അതിന് പോലീസ് പറയും ആ കാടിന് തൊട്ടായിട്ടൊരു ശ്മശാനം ഉണ്ടായിരുന്നു, അതിപ്പോ റീസെന്റ്ലി പൊളിച്ചു മാറ്റിയിരുന്നു. ചിലപ്പോ ആ ഡെഡ് ബോഡികളൊക്കെ കത്തിച്ച് ആഷസ് ഒക്കെ കാട്ടിൽ ഉപേക്ഷിച്ചതായിരിക്കാം. മാത്രമല്ല ആ ഗ്രാമത്തിലുള്ള പല ആളുകളും അവർക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും കൊണ്ട് ഡംപ് ചെയ്യുന്നത് ആ കാട്ടിലാണ്. തൽക്കാലം നിങ്ങൾ അത് ചിന്തിച്ച് നേരം കളയണ്ടെന്ന് ആ പോലീസുകാരൻ അവരോട് പറയും. ഈ സമയം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ നമ്മുടെ നായകനെ തിരിച്ചറിഞ്ഞു. നീ കേറ്റിയല്ലേ, ഹിനാറ്റയുടെ ചേട്ടൻ? നിന്റെ മമ്മി മകനെ കാണാനില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ 13 വർഷം ഈ സ്റ്റേഷനിൽ കേറി ഇറങ്ങി ഞങ്ങളെ ശല്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ചു നാളുകളായിട്ട് നിന്റെ മമ്മി ഇതുവഴി വന്നിട്ടില്ല. മമ്മിക്ക് എന്ത് പറ്റി? ഈ ഒരു ചോദ്യം കേട്ട കേറ്റ മറുപടി ഒന്നും തന്നെ പറയില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയം തന്നെ മൊറീറ്റ ആ ശപിക്കപ്പെട്ട കാടിനെ കുറിച്ച് സ്റ്റോറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ബോസ് ആണെങ്കിലേ എത്രയും പെട്ടെന്ന് കേറ്റയെ കണ്ട് സംസാരിക്കുക, അവന്റെ ഇന്റർവ്യൂ എടുക്കുക എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികള് ഹൈക്കിങ്ങിനായിട്ട് മഷീരോ എന്ന മലയിലേക്ക് പോയി. നമ്മുടെ കേറ്റയെ പോലെ തന്നെ അവരും ആ മലയിലെ അബാൻഡൻ ആയിട്ടുള്ള ആ ബിൽഡിംഗ് കണ്ടിരുന്നു. പിന്നീട് ആ കുട്ടികളെ ആരും തന്നെ കണ്ടിട്ടില്ല. അവരും വാനിഷ് ആയി പോയി. പോലീസിന് ആ കാടിനുള്ളില് അങ്ങനെ ഒരു കെട്ടിടം കണ്ടെത്താനും കഴിഞ്ഞില്ല. എന്നാൽ പോലീസിന് കാടിനുള്ളിൽ നിന്ന് ഒരു ഓഡിയോ റെക്കോർഡിംഗ് കളഞ്ഞു കിട്ടി. അത് ആ കുട്ടികളുടേതായിരുന്നു. ബോസ് അവൾക്ക് ആ ഓഡിയോ റെക്കോർഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റോറി എഴുതുമ്പോ അവൾക്കത് ഹെൽപ്പ് ആയിക്കോട്ടെ എന്നും കരുതി. അന്ന് രാത്രി കേറ്റ തന്റെ കൂട്ടുകാരനെയും കൊണ്ട് ആ ഗ്രാമത്തിൽ തന്നെ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ്. ഈ സമയം നായിക സുഹാസയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും. അവള് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും സുഹാസയോട് പറയുന്നുണ്ട്. ആ കാടും മലയും എല്ലാം ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് കേറ്റയുടെ സഹോദരനെ മാത്രമല്ല കാണാതായിരിക്കുന്നത്, ഒരുപാട് ആളുകള് ആ കാടിനകത്ത് വെച്ച് വാനിഷായി പോയിട്ടുണ്ട്. മാത്രമല്ല പലരും പറയുന്ന കഥകളില് അബാൻഡൻ ആയിട്ടുള്ള ആ ഒരു സ്കൂൾ കെട്ടിടത്തെ പറ്റി പറയുന്നുണ്ട്. അത് മറ്റു ചിലർക്ക് കാണാനും വയ്യ. നമ്മുടെ മൊറീറ്റ 20 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആ കുട്ടികളെ റെക്കോർഡ് ചെയ്ത ഓഡിയോ അവന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും പേടിച്ചു വരച്ച് ആ കെട്ടിടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാത്രമല്ല അവർ ആ കെട്ടിടത്തിനകത്ത് പ്രേതങ്ങളെ കണ്ടുവെന്നും പറഞ്ഞ് പേടിച്ച് കരയുന്നുണ്ട്, രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികളുടെ കരച്ചിലോടെയാണ് ആ ഒരു ഓഡിയോ കട്ടാവുന്നത്. അവരിങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന നേരത്ത് നമ്മുടെ സുഹാസയ്ക്ക് എന്തൊക്കെയോ വിഷൻസ് കാണാം. അവൻ കേറ്റയുടെ മമ്മിയുടെ വീടാണ് കാണുന്നത്. അവനെ ആരോ ആ വീട്ടിലേക്ക് വിളിക്കുന്നത് പോലെ. സുഹാസ ഉടനെ തന്നെ നായികയോട് പറയും, ഞാൻ കേറ്റയുടെ വീട്ടിലേക്ക് പോവാണ്, അവിടെ എന്തോ കുഴപ്പമുണ്ട്. അതിന് മൊറീറ്റ പറയും, ഞാനും ഉടനെ തന്നെ ആ ഗ്രാമത്തിലേക്ക് വരാം, എനിക്കും ഇതിന്റെയൊക്കെ സത്യം കണ്ടെത്തണം, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് നായിക ഫോൺ കട്ട് ചെയ്യാണ്. ഇവിടെ മറുവശത്ത് കേറ്റ അവരിപ്പോ താമസിക്കുന്ന ലോഡ്ജില്ലേ അതിന്റെ ഓണറിന്റെ മകനോട് സംസാരിക്കുന്നുണ്ട്. ആ പയ്യന്റെ പേരാണ് ടക്കാഷി. കേറ്റ ആ പയ്യനോട് ഈ കാടിനെ കുറിച്ചും അതിന്റെ മിസ്റ്ററിയെ കുറിച്ചൊക്കെ ചോദിച്ചറിയാണ്. അതിന് ടക്കാഷി ക്രീപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നായകനോട് പറയുന്നത്. പണ്ട് ടക്കാഷിയുടെ മുത്തശ്ശി ആ മലയുടെ തൊട്ടടുത്തായിരുന്നു താമസിച്ചിരുന്നത്. മുത്തശ്ശി അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. അങ്ങനെയിരിക്കെ എല്ലാ രാത്രികളിലും ഒത്തിരി ആളുകള് ആ മലയിലേക്ക് കയറി പോകുന്നത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാ രാത്രി കാട്ടിലേക്ക് പോകുന്നത്? അതെന്താണെന്നറിയാൻ മുത്തശ്ശി അവരുടെ പിന്നാലെ ചെന്നു. നോക്കുമ്പോഴോ ആളുകള് എന്തൊക്കെയോ സാധനങ്ങള് കാട്ടിലേക്ക് വലിച്ചെറിയുന്നു, കരയുന്നു. ആ ഗ്രാമത്തിലെ ആളുകള് ശപിക്കപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ മരിച്ചവരുടെ റിമൈൻസ് അങ്ങനെ എന്തൊക്കെയോ ആ കാട്ടിൽ ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ ചെയ്ത പിന്നീട് ഒരിക്കലും അവരെ അത് ശല്യം ചെയ്യത്തില്ല, അവരെ തേടി അത് വരത്തില്ല എന്നൊക്കെയാണ് ഗ്രാമത്തിലുള്ളവര് വിശ്വസിച്ചിരുന്നത്. ആ കാട് അവരെ രക്ഷിക്കും, ഈവളിനെ നശിപ്പിക്കും എന്നൊക്കെയുള്ള ഓരോരോ അന്ധവിശ്വാസങ്ങള്. അങ്ങനെ ഒരു ദിവസം ടക്കാഷിയുടെ മുത്തശ്ശി ഒരു മുതിർന്ന പെൺകുട്ടിയായി. അന്ന് മുത്തശ്ശിയുടെ ഫസ്റ്റ് പീരീഡ്സ് ആയിരുന്നു. അതുകണ്ട് മുത്തശ്ശി ആകെ പേടിച്ചുപോയി, നാണക്കേടായി. ഗ്രാമത്തിലുള്ളവര് തന്നെ കുറ്റപ്പെടുത്തോ കളിയാക്കോ എന്നൊക്കെ ഭയന്ന് അക്കാര്യം മുത്തശ്ശി ആരോടും പറഞ്ഞില്ല.
അന്ന് രാത്രി തന്നെ മുത്തശ്ശി ആ കാട്ടിലേക്ക് പോയി പീരീഡ്സിന്റെ ബ്ലഡ് വസ്ത്രങ്ങളെല്ലാം തന്നെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിന്നെ വിയേഡായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും മുത്തശ്ശിക്ക് പീരീഡ്സ് വന്നിട്ടില്ല. പക്ഷേ മുത്തശ്ശിക്ക് മക്കളും പേരക്കുട്ടികളും ഉണ്ട്. ഈ കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ടകാഷി ആ കാടിന്റെ പരിസരത്തേക്ക് പോലും പോവാറില്ല. അവനതിനുള്ള ധൈര്യമില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സുകാസ നായകന്റെ വീട്ടിലെത്തി. അവൻ പേടിച്ച് ആ വീടിനകത്തേക്ക് കയറി. പെട്ടെന്ന് അവിടെയുള്ള TV തനിയെ ഓണായി. അത് ഹിനാറ്റയുടെ അവസാന ബർത്ത്ഡേയുടെ വീഡിയോ ആയിരുന്നു. അവൻ ആ വീഡിയോ കണ്ട് പകച്ചു നിൽക്കുമ്പോ വീടിന് മുകൾ നിലയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇവിടെ കെയ്റ്റ ടകാഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആകെ തല പുകഞ്ഞിരിക്കുക. പെട്ടെന്ന് നായകന്റെ പിന്നിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കാം. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോ അതവന്റെ മമ്മിയാണ്. കെയ്റ്റ, നീ നിന്റെ അനിയന്റെ ബർത്ത്ഡേ മറന്നു, അത് നാളെയാണ്. അതിനെ കെയ്റ്റ പറയും, ഞാനൊരിക്കലും അവന്റെ ബർത്ത്ഡേ മറക്കാറില്ല. അവനത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവന്റെ ഡാഡിയുടെ ചിതാഭസ്മം വെച്ചിരുന്ന ജാറില്ലേ, അത് തനിയെ പൊട്ടിപ്പോയി. മമ്മിയാണെങ്കില് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് കണ്ണുരുട്ട, നീ ചെന്ന് നിന്റെ അനിയനെ കണ്ടെത്ത്. ഇതും പറഞ്ഞ് മമ്മി അവിടെ നിന്ന് മറഞ്ഞുപോയി. ഇതേ സമയം ആറ്റിക്കിലൂടെ ആരോ ഓടുന്ന ശബ്ദം കേട്ട് സുകാസ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ കെയ്റ്റയുടെ മമ്മി അവിടെ മരിച്ചു കിടക്കുകയാണ്. അത് കണ്ട് സുകാസ ആകെ ഷോക്കായി. ഒരല്പസമയം കഴിഞ്ഞ് കെയ്റ്റ തന്റെ കൂട്ടുകാരനെയും കാത്ത് ലോഡ്ജിന് വെളിയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് മൊറീറ്റ സുകാസയെ തെരഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അവള് താൻ ആരാണ്, എന്തിനാണ് വന്നത്, തന്റെ റിസർച്ചിനെ കുറിച്ചൊക്കെ നായകനോട് പറഞ്ഞു. അവള് കളക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കെയ്റ്റയ്ക്ക് കാണിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ആ ഓഡിയോ റെക്കോർഡിങ്ങില് ആ കുട്ടികൾ പറയുന്നതനുസരിച്ച് കാട്ടിലൂടെ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ഉറപ്പായും അബാൻഡൻ ആയ ആ കെട്ടിടം കണ്ടെത്താൻ കഴിയും. നായകനും ആ ഒരു ഓഡിയോ കേട്ട് അമ്പരന്നിരിക്കുകയാണ്. ഈ സമയത്ത് മൊറീറ്റയെ നമ്മുടെ സുകാസ ഫോൺ ചെയ്യുന്നുണ്ട്. അവളിപ്പോ ഈ ഗ്രാമത്തിലേക്ക് വന്നത് സുകാസയ്ക്ക് അറിയില്ലല്ലോ. അവളിപ്പോ കെയ്റ്റയ്ക്കൊപ്പാണെന്ന് അറിഞ്ഞപ്പോ സുകാസയ്ക്ക് ആകെ ടെൻഷനായി. കെയ്റ്റ, അവന്റെ അമ്മ മരണപ്പെട്ടു, കുറച്ചു ദിവസങ്ങളായിന്ന് തോന്നുന്നു. ഒരു കാരണവശാലും കെയ്റ്റയെ കാട്ടിലേക്ക് പോവാൻ സമ്മതിക്കരുത്. ഇതെന്തോ ട്രാപ്പാണ്. പെട്ടെന്ന് ആ ഫോൺ കോള് ആകെ ഡിസ്റ്റർബ്ഡ് ആയി. മൊറീറ്റയ്ക്ക് വ്യക്തമായിട്ടൊന്നും കേൾക്കാൻ വയ്യ. പിന്നെ ആ ഫോണിൽ സംസാരിക്കുന്ന സുകാസയുടെ ശബ്ദം മാറാൻ തുടങ്ങി. നീ അവനെ ആ കാട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ തന്നെ ആ ഫോൺ കോള് കട്ടായി. എന്നാൽ നമ്മളെ കാണിക്കുന്നുണ്ട് നായികയോട് കാട്ടിലേക്ക് പോവാൻ പറയുന്നത് അത് സുകാസയല്ല. അവൻ ആ ഫോണിലെ ഒന്നും തന്നെ കേൾക്കാനും വയ്യ. മാത്രമല്ല സുകാസയ്ക്ക് പിന്നിലെ ആ ജനാലയ്ക്കരികിലെ ഒരു നിഴല് നമുക്ക് കാണാം. അങ്ങനെ ഓഡിയോ റെക്കോർഡിംഗ് വീണ്ടും കേട്ടോണ്ടിരുന്ന നായകൻ അബാൻഡനായ ആ കെട്ടിടം തിരഞ്ഞ കാട്ടിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. എന്നാലും അവൻ മൊറീറ്റയെ കൂടെ കൂട്ടാൻ തയ്യാറാവില്ല. കാരണം ഇതറിഞ്ഞ സുകാസ എന്തായാലും അവൻ ആ കാടിനകത്തേക്ക് വിടത്തില്ല. അപ്പോ നീ എന്തായാലും ഇവിടെ തന്നെ വേണോന്ന് പറഞ്ഞ് കെയ്റ്റ ആ ഓഡിയോ റെക്കോർഡിംഗിലെ കുട്ടികൾ പറയുന്ന വഴികൾ ഫോളോ ചെയ്ത് ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. പതിയെ ആ വഴികളൊക്കെ അവന് മുൻപ് കണ്ട് പരിചയമുള്ളതുപോലെ തോന്നി. മറുവശത്ത് കാറിലിരിക്കുന്ന മൊറീറ്റയ്ക്ക് നായകന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. എന്നാൽ ആ ഫോണിൽ സംസാരിക്കുന്നത് നായകനാണോ അല്ല. അവളാകെ പേടിച്ച് ആ ഫോൺ കോൾ അങ്ങ് കട്ട് ചെയ്തു. അടുത്ത നിമിഷം തന്നെ കാടിനുള്ളിൽ നിന്ന് ബെല്ലിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ബെല്ലിന്റെ ശബ്ദം മൊറീറ്റയ്ക്ക് അടുത്തേക്ക് വരുന്നത് പോലെ. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. അപ്പോഴേക്കും തന്റെ കൂട്ടുകാരനെ തെരഞ്ഞ് സുകാസ ആ കാട്ടിലേക്ക് എത്തി. കെയ്റ്റ തനിയെ കാട്ടിലേക്ക് പോയതറിഞ്ഞ് അവനാകെ ടെൻഷനായി. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രണ്ടുപേരും കൂട്ടുകാരനെയും തെരഞ്ഞ് കാട്ടിലൂടെ നടക്കുക. അപ്പോഴാണ് കെയ്റ്റയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഓഡിയോ ടേപ്പ് അവർക്ക് കിട്ടുന്നത്. അവര് കുറച്ച് മുന്നോട്ട് നടന്നതും ആ ഒരു കാഴ്ച അവരെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ആളുകളെ കൊല്ലുന്ന ആ പ്രേത കെട്ടിടം. കെയ്റ്റ എന്തായാലും തന്റെ അനിയനെ തെരഞ്ഞ് അതിനകത്തേക്ക് പോയി കാണും. അവരെ കെയ്റ്റയെ തെരഞ്ഞ് ആ കെട്ടിടത്തിനകത്തേക്ക് കയറി. രണ്ടുപേരും ഇരുട്ടത്ത് പേടിച്ച് നടക്കുക. മുന്നോട്ട് നടക്കും തോറും സുകാസയ്ക്ക് ആകെങ്ങ് വല്ലാതായി. അവന് ശ്വാസം കിട്ടാത്തതുപോലെ. അവരങ്ങനെ കെയ്റ്റയെ തെരഞ്ഞു ചെല്ലുമ്പോ ഒരു മുറിയിലെ കുറെ വസ്ത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് നായകന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. സുകാസ പിന്നെ ഒന്നും തന്നെ ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ തന്റെ കൂട്ടുകാരനെ തെരഞ്ഞ് മുകളിലേക്ക് ഓടി. നായിക അവിടെ തനിച്ചായി പോയി. മൊറീറ്റ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പ്രേത കൈ വന്ന് അവളെ പിടിച്ചു വലിക്കുക. മൊറീറ്റയ്ക്ക് പിന്നെ അനങ്ങാൻ വയ്യ. പേടിച്ചറിന്റെ അങ്ങനെ തന്നെ സ്റ്റക്കായി നിന്നുപോയി. ഇവിടെ കെയ്റ്റ കോറിഡോറില് തന്റെ അനിയനെ നോക്കി അമ്പരന്ന് നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് അവൻ ഹിനാറ്റയെ കണ്ട അതേ സ്ഥലത്ത് തന്നെ. കെയ്റ്റ അവനിപ്പോ അവന്റെ കൺട്രോളിലല്ല, ഏതൊരു ഈവിൾ എൻറ്റിറ്റി നായകനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നായകൻ അനിയന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സുകാസ അങ്ങോട്ട് ഓടിയെത്തി. നീ അവന്റെ അടുത്തേക്ക് പോവരുത്, അത് നിന്റെ ഹിനാറ്റിയല്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ അവനെ കണ്ടെത്തി, അതെന്റെ ഹിനാറ്റിയാണെന്നും പറഞ്ഞ് കെയ്റ്റ മുന്നോട്ട് നടന്നതും സുകാസ ഇപ്പോഴാണ് അവനെ കുറിച്ചുള്ള ഒരു സത്യം നായകനോട് തുറന്നു പറയുന്നത്. സുകാസയ്ക്ക് മരിച്ചുപോയവരെ കാണാനുള്ള കഴിവുണ്ട്. കെയ്റ്റയുടെ കൂടെ തന്നെ അവന്റെ അനിയന്റെ പ്രേതമുള്ളത് സുകാസയ്ക്ക് കാണാമായിരുന്നു. അതുകൊണ്ടാണ് കെയ്റ്റ തന്റെ അനിയനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം സുകാസ
സൈലന്റ് ആയിട്ട് ഇരുന്നത്. കാരണം ഹിനാറ്റ മരണപ്പെട്ടു എന്ന സത്യം സുകാസയ്ക്ക് അറിയാമായിരുന്നു. അവനെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് അവൻ ഈ കാര്യം നായകനോട് പറയാതിരുന്നത്. സുകാസ ഈ കാര്യങ്ങളൊക്കെ കേറ്റയെ പറഞ്ഞു മനസ്സിലാക്കുന്ന നേരത്ത് അനിയന്റെ ആ പ്രേതരൂപം അങ്ങനെ പതിയെ മാറാൻ തുടങ്ങി. ഓരോരോ ശബ്ദങ്ങളുണ്ടാക്കി നായകനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം നീ പറഞ്ഞത് ശരിയാണ്, അതെന്റെ ഹിനാറ്റയല്ല. ഇതും പറഞ്ഞ് കേറ്റ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു ഈവിൾ സ്പിരിറ്റ് അത് അനിയന്റെ രൂപത്തിലേക്ക് മാറി. അവനിപ്പോ ഡാഡി, മമ്മി, ഹിനാറ്റ അവരെ 3 പേരെയും കാണാം. ഈ സമയം ഒരു പ്രകാശം സുഗാസയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അവന് തന്റെ കണ്ണുകള് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ സുഗാസ പാസ്റ്റിലേക്ക് പോയി. 13 വർഷം പിറകിലേക്ക് പോയി. അവിടെ ഒളിച്ചു കളിക്കുന്ന കെയ്റ്റയെ കാണാം, പിന്നെ ഹിനാറ്റയെ കാണാം. അങ്ങനെ കെയ്റ്റ നിന്നെ ഞാൻ കണ്ടേന്നും പറഞ്ഞ് അനിയന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ഹിനാറ്റ ഒരു മുറിയിലേക്ക് കയറിപ്പോയി. ആ മുറിയില് പിന്നീട് അനിയനെ കാണുന്നില്ല. കെയ്റ്റ ആകെ പാനിക്കായി പേടിച്ച് കരഞ്ഞ് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. ഇപ്പോ പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ മൊറീറ്റ ആ പ്രേതത്തിന്റെ പിടിയിന്ന് രക്ഷപ്പെട്ട് മുകളിലെത്തി. അവള് നായകനെ കണ്ടെത്തി. പക്ഷേ കൂടെ വന്നിരുന്ന സുഗാസയെ ഇപ്പൊ കാണുന്നില്ല. അവന്റെ കയ്യിലെ ടോർച്ച് മാത്രം അവിടെ താഴെ കിടന്നിരുന്നു. ഇനി ബാക്കിലേക്ക് പോവാണെങ്കില് സുഗാസ ഇപ്പോഴും പാസ്റ്റിൽ തന്നെ പെട്ടുകിടക്കാണ്. അവൻ കെയ്റ്റയുടെ അനിയനെ തെരഞ്ഞു ചെല്ലുമ്പോ കാണുന്നത് ഹിനാറ്റ താഴേക്ക് വീണ് മരിച്ചു കിടക്കുന്നതാണ്. അന്ന് ഒളിച്ചു കളിക്കുന്ന സമയത്ത് ഹിനാറ്റ അറിയാതെ കാല് തന്നെ താഴേക്ക് വീണ് മരിച്ചതായിരുന്നു. അക്കാര്യം കെയ്റ്റ ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രമല്ല അവൻ ആ കോറിഡോറിൽ കണ്ടത് അനിയന്റെ ആത്മാവിനെയായിരുന്നു. അതുകൊണ്ടാണ് ആ മുറിക്കകത്തേക്ക് കയറിപ്പോയ ഹിനാറ്റയെ പിന്നീട് നായകനെ കണ്ടെത്താൻ കഴിയാതിരുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഹിനാറ്റ അവന്റെ ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അക്കാര്യം സുഗാസ അറിയാമായിരുന്നു. ഇനി പ്രസന്റിലേക്ക് വരുമ്പോ കേറ്റ താഴെ കിടന്നിരുന്ന തന്റെ അനിയന്റെ റെയിൻ കോട്ട് കണ്ടെത്തി. അവിടെ ഡെഡ് ബോഡി ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെഡ് ബോഡി കംപ്ലീറ്റ്ലി ഡീകമ്പോസ്ഡ് ആയി. അവസാനം ഹിനാറ്റ മരണപ്പെട്ടു എന്ന സത്യം നായകൻ തിരിച്ചറിയുന്നു. അവൻ മനസ്സ് തകർന്ന് കരയാണ്. എന്നാൽ നമ്മുടെ സുഗാസ എന്നേക്കുമായിട്ട് പാസ്റ്റിനകത്ത് പെട്ടുപോയി. ആ ശപിക്കപ്പെട്ട ലോകത്ത് ട്രാപ്പായി. അവനും ആ മിസ്സിംഗ് ചൈൽഡ് വീഡിയോ ടേപ്പിലെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെ 3 മാസങ്ങൾ കടന്നുപോയി. ഇതുവരെ മൊറീറ്റയ്ക്ക് സുഗാസയെ കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയം മൊറീറ്റയ്ക്ക് തന്റെ പിന്നിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാം. ആരോ തന്നെ പിന്തുടരുന്നത് പോലെ. മറുവശത്ത് ആ ലോഡ്ജിന്റെ ഓണറിന്റെ മകനില്ലേ ടക്കാഷി, താൻ ആ ശപിക്കപ്പെട്ട കാടിന്റെ പരിസരത്തേക്ക് പോലും പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നില്ലേ, അവനിപ്പോ ആ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയം ആരോ ടക്കാഷിയെ നോക്കുന്നത് പോലെ അവന് തോന്നി. അവനെ ആരോ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സഡൻലി ടക്കാഷി അവിടെ നിന്ന് വാനിഷ് ആയി പോയി. ഇതേ സമയം തന്നെ കെയ്റ്റ ജോലി കഴിഞ്ഞ് റൂമിലെത്തി. തന്റെ സുഹൃത്തിനെ കാണാതായ ആ സങ്കടത്തിൽ നിൽക്കുകയാണ്. ആ സമയം അവന് പിറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കാം. അവൻ തിരിഞ്ഞു നോക്കുമ്പോ ആരോ തന്നെ വീഡിയോ എടുക്കുന്നു. ഈ ഒരു സീനോടെയാണ് മിസ്സിംഗ് ചൈൽഡ് വീഡിയോ ടേപ്പ് എന്ന ഈ ഒരു ജാപ്പനീസ് ഹൊറർ മൂവി അവസാനിക്കുന്നത്. ചിത്രത്തിന്റെ അവസാനം ആരായിരിക്കും അവരെ വീഡിയോ എടുക്കുന്നത്, ഹിനാറ്റയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ആ കെട്ടിടത്തിന്റെ മിസ്റ്ററിയും ആ ശപിക്കപ്പെട്ട കാടിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ചിത്രത്തില് റിവീൽ ചെയ്യുന്നില്ല. ഉറപ്പായും ഈ ചിത്രത്തിന്റെ നെക്സ്റ്റ് പാർട്ടിലെ ഇതിനുള്ള ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്